CPM നേതാവും കുന്നംകുളം മുൻ MLA-യുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2006 മുതൽ 2016 വരെ കുന്നംകുളത്തിന്റെ MLA ആയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. സൂര്യ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 2 ദിവസം മുൻപാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളുകളായി അസുഖബാധിതനായിരുന്നു. പാർക്കിൻസൺസ് ബാധിതനായിരുന്ന അദ്ദേഹം ആരോഗ്യനില മോശമാവുകയും പിന്നീട് ചെറിയ കോമയിലേക്കടക്കം മാറുകയും ചെയ്തിരുന്നു. പിന്നീട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 10 വർഷം നിയമസഭയിൽ കുന്നംകുളത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആളായിരുന്നു ബാബു എം പാലിശ്ശേരി. രോഗബാധിതയെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്നടക്കം മാറി നിൽക്കുകയായിരുന്നു. സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും ഒക്കെ തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹത്തെ വസതിയിലെത്തി സന്ദർശിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് കുന്നംകുളത്തെ രാഷ്ട്രീയ മാറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ബാബു എം പാലിശ്ശേരി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹത്തിന് കുന്നംകുളത്തിന്റെ വികസന നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് AC മൊയ്തീൻ MLA ആവുന്നതിന് മുൻപ് കുന്നംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്കുകളും ചുവടുകളും വെച്ചിരുന്ന ഒരു MLA എന്ന നിലയിലും അദ്ദേഹം ഓർമ്മിക്കപ്പെടും. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം ആണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കെ ത്രിതല പഞ്ചായത്തുകളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും ഒക്കെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം കുന്നംകുളത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് അല്പം ദുഃഖം പകരുന്നതാണ്. എന്നിരുന്നാലും വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം എന്നതാണ് എടുത്തു പറയേണ്ടത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ദീർഘകാലമായിട്ട് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. നേരത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, രാഷ്ട്രീയപരമായി അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് നടപടികൾ നേരിടേണ്ടി വന്നൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. കാരണം കുന്നംകുളം കേന്ദ്രീകരിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൽ നേതാവെന്ന നിലയിൽ ബാബു എം പാലിശ്ശേരിയും ഒപ്പം തന്നെ സഹോദരനും അടക്കമുള്ളവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയുണ്ടായിരുന്നു. അത്തരം അച്ചടക്ക നടപടികൾ അടക്കം നേരിട്ട ഒരു നേതാവ് കൂടിയാണ് ബാബു എം പാലിശ്ശേരി. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, SFI പ്രവർത്തകനായിരുന്ന സംസ്കൃത കോളേജിൽ കൊല ചെയ്യപ്പെട്ട സെയ്ദലവി കേസിൽ 8ാം പ്രതി ആയിരുന്നുവെന്ന് അന്നത്തെ ബെർലിൻ കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ അവകാശപ്പെട്ടിരുന്നു. അത് ബാബു എം പാലിശ്ശേരിയെ ഉദ്ദേശിച്ചായിരുന്നു. അതായത് CPM-ന്റെ അന്ന് RSS അംഗമായിരുന്ന ശങ്കരനാരായണനാണ് പിന്നീട് CPM അംഗമായ ബാബു എം പാലിശ്ശേരി എന്നാണ് ബെർലിൻ കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ അവകാശപ്പെട്ട് രംഗത്തെത്തിയതും ഏറെ ചർച്ച ചെയ്തതാണ്. അത്തരത്തിലുള്ള ചില വിവാദങ്ങളും ഒപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായ അച്ചടക്ക നടപടികൾ, പാർട്ടിയുടെ തലത്തിൽ നിന്നും അച്ചടക്ക നടപടികൾ അടക്കം നേരിട്ട ഒരു നേതാവ് കൂടിയാണ് ബാബു എം പാലിശ്ശേരി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുന്നംകുളത്തെ സംബന്ധിച്ച് 10 വർഷം അദ്ദേഹം തുടർച്ചയായി 10 വർഷം കുന്നംകുളത്തിന്റെ MLA ആയിരുന്നു. AC മൊയ്തീനും മുൻപ് കുന്നംകുളത്തെ നയിച്ച MLA ആയിരുന്നു അദ്ദേഹം. പാർട്ടി തലത്തിലടക്കം ഏറെ നിർണായകമായ ചുവടുവയ്പ്പുകൾ അടക്കം നടത്തിയ നേതാവ് കൂടിയായിരുന്നു ബാബു എം പാലിശ്ശേരി. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടി നേതാക്കളെയും പാർട്ടി പ്രാദേശിക പ്രവർത്തകരെയും സംബന്ധിച്ച് ഏറെ ദുഃഖം പകരുന്ന ഒരു കാര്യമാണ്. ഇത് അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലായിരുന്നു മരണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഒപ്പം തന്നെ വീട്ടിൽ വിശ്രമ ജീവിതത്തിൽ ആയിരുന്നു. ഈ സമീപകാലത്തായി കോമയിലേക്ക് അടക്കം അദ്ദേഹം നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും അല്പം മുമ്പാണ് അദ്ദേഹം യൂണിറ്റി ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. സൂര്യ.